ഒരു ഏതൊരു വ്യക്തിയിലും തെറാപ്പി വർക്ക് ചെയ്യുന്ന പലതരത്തിലായിരിക്കും. കാരണം നമ്മൾ ആദ്യമേ ഒരു ക്ലിനിക്കൽ സെറ്റപ്പിൽ ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ അവരുടെ റൂട്ട് കോസ് ചോദിക്കും. ഇതെപ്പോൾ സംഭവിച്ചു, ഇതെങ്ങനെയാണ് അതിൻ്റെ ആരംഭം, അല്ലെങ്കിൽ ആൻസൈറ്റി ഉണ്ടായിരുന്നെങ്കിൽ അതെത്ര നേരത്തേക്ക് ഉണ്ടായിരുന്നു, ആ സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തു, അത് കഴിഞ്ഞ് അവരുടെ പേടി എത്രമാത്രമാണെന്ന് നമുക്ക് എത്രമാത്രം ആഴത്തിലാണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുമ്പം ചില ആൾക്കാരിൽ ചിലപ്പോൾ 2 സിറ്റിംഗ് അല്ലെങ്കിൽ 3 സിറ്റിങ്ങിലും പതുക്കെ ചേഞ്ചസ് വന്നു തുടങ്ങും. ചില ആൾക്കാർക്ക് ഒരു പക്ഷേ 7-8 സെറ്റിംഗ് കഴിയുമ്പോഴായിരിക്കും ചേഞ്ചസ് വരുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, എല്ലാ ആൾക്കാർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരിലും വ്യത്യസ്തമായിരിക്കും. മീൻസ് അത് എഫക്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോഗ്രസ് വരുന്നത് ടൈം എടുക്കും. ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ 2 സിറ്റിംഗ് മതി, പതുക്കെ പതുക്കെ ചേഞ്ച് വരും. ചില ആൾക്കാർക്ക് 7-8 സിറ്റിംഗ് വരും. പക്ഷെ അത് അവരുടെ ഒരു കുറ്റമല്ല, അവരുടെ ആ ഫിയറിൻ്റെ ആഴം അത്രയും ഉണ്ട്, അതാണ്. അപ്പം നമ്മൾ അതിൽ ആദ്യം മുതലേ, അതായത് ഒരു ചെറിയ കുട്ടി ആദ്യമായിട്ട് നടക്കാൻ തുടങ്ങുമ്പം നമ്മൾ വലിയവർ കൈ പിടിച്ച് നടത്തിക്കും. അപ്പം നമ്മൾ കൈ വിട്ടാൽ ചിലപ്പോൾ അവർ വീണ് പോവും. നമ്മൾ അലേർട്ടാണ് കുട്ടിയെ പിടിക്കുന്ന വീഴാതിരിക്കാൻ. അതേപോലെയാണ് ഇങ്ങനൊരു സിറ്റുവേഷന് വന്നൊരു വ്യക്തിനെ നമ്മൾ അതേപോലെ ശ്രദ്ധിക്കണം. അപ്പം ഈ ഒരു തെറാപ്പി എടുത്തുകൊണ്ടെന്ന് മാത്രം കാര്യമില്ല, നേരെ മറിച്ച് വീട്ടിലുള്ളവരുടെ സപ്പോർട്ട് നന്നായിട്ട് വേണം. ആക്ച്വലി ഈ തെറാപ്പി എടുക്കുക എന്ന് പറയുമ്പം ആദ്യമേ ഈ തെറാപ്പിസ്റ്റിനോട് ഒരു ട്രസ്റ്റ് ആദ്യമേ ഒരു ക്ലയൻറ്റിന് വേണം, എന്നാലേ തെറാപ്പി വർക്ക് ചെയ്യുള്ളൂ. അതോടൊപ്പം തന്നെ വീട്ടിലുള്ളവരുടെ സപ്പോർട്ടും അത്യാവശ്യമാണ്.